1992 മുതൽ ഹിസ്ബുള്ളയെ കഴിഞ്ഞ 32 വർഷത്തോളം നയിച്ച നേതാവ് ഹസൻ നസറുള്ളയുടെ മരണത്തിന് മറുപടി ഇറാൻ ഏതു വിധത്തിലാകും കൊടുക്കുക എന്നത് ലോകമെമ്പാടും ഉറ്റുനോക്കിയ ഒരു കാര്യമായിരുന്നു. ഇതിന്റെ പരിണതഫലം ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചിരുന്ന ഇറാൻ ഇപ്പോൾ ഒരു മാസീവ് അറ്റാക്ക് ഇസ്രായേലിന് മേൽ നടത്തിയിരിക്കുകയാണ്. ഏകദേശം 100-150ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ടത്. ഇസ്രായേൽ തന്നെ ഈ നടന്ന സംഭവത്തെപ്പറ്റി വിവരിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം. സംഭവശേഷം ഇസ്രായേൽ ഗവൺമെന്റിന്റെ ട്വീറ്റാണിത്. 181 ബാലിസ്റ്റിക് മിസൈൽസ് ഫയർഡ് അറ്റ് ഇസ്രായേൽ. 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടു. ഇതിന്റെ ദൃശ്യങ്ങൾ ഉടനെ തന്നെ ഞാൻ കാണിക്കാം. അക്ഷരാർത്ഥത്തിൽ ആകാശത്തു നിന്നും തീമഴ പെയ്യുന്ന ഒരു പ്രതീതിയായിരുന്നു. ഇസ്രായേൽ മണ്ണിൽ ഇത് കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നും നിരവധി നാഗരികർ ഇതിൽ കൊല്ലപ്പെട്ടേക്കാമെന്നും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നാം ഒന്ന് ചിന്തിച്ചു പോയേക്കാം. എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്ത് നിരവധി ബോംബ് ഷെൽട്ടേഴ്സ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം 10 മില്യൺ ആളുകൾ, അതായത് 1 കോടിയോളം വരുന്ന ഇസ്രായേൽ ജനം ഈ ആക്രമണം നടക്കുന്ന സമയം സുരക്ഷിതമായി ആ ബോംബ് ഷെൽട്ടറുകളിലായിരുന്നു. അത്ഭുതമെന്ന് തന്നെ പറയാം. ഒരു ഇസ്രായേൽ നാഗരികൻ പോലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല. ഇറാൻ ഇസ്രായേലിന് മേൽ നടത്തിയ ആ മാസീവ് എയർ സ്ട്രൈക്കിന്റെ ദൃശ്യങ്ങളാണ് ഇത്. We are looking at pictures of Tel Aviv, what you're describing. Oh God. Okay guys, we got to get off the roof. These are coming down right next to us here. Please do, Jim. Please do. They're coming down. One just about. We got to go inside. Jim, please take cover. ഈ ദൃശ്യങ്ങളിൽ നിന്നും ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് തെരുവുകളിലും നിരത്തുകളിലും ഒന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നതാണ്. ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്ക് ഇത്തരത്തിലൊരു ആക്രമണം വരുന്നുണ്ട് എന്ന് എങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കുവാനായി? ശത്രുക്കളുടെ ആക്രമണത്തെ മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേകതരം മൊബൈൽ ആപ്ലിക്കേഷൻ ഇസ്രായേൽ ഗവൺമെന്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇറാൻ ആക്രമിക്കുന്നതിനെ പറ്റി പദ്ധതി ഇടുന്ന സമയം തന്നെ ഇവർക്കൊക്കെ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കാണും. അതുകൊണ്ട് തന്നെ പറയാം, ഇറാന്റെ ഒരു സഫലമല്ലാത്ത ആക്രമണമായിരുന്നു ഇത് എന്ന്. എന്നാൽ ആരോ ഒരാൾ ഈ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ നമുക്ക് പലയിടത്തായി കാണാം. അത് ശരിയാണ്. യോർദാൻ നദിയോട് ചേർന്ന് കിടക്കുന്ന ജെറീക്കോ എന്ന പട്ടണത്തിൽ ഒരാൾ മിസൈൽ തലയിൽ വീണ് കൊല്ലപ്പെടുകയുണ്ടായി. കൊല്ലപ്പെട്ട ഈ വ്യക്തിയുടെ സൂക്ഷ്മം തലയിൽ തന്നെ മിസൈൽ പതിക്കുകയായിരുന്നു. എന്നാൽ ഇയാൾ ഒരു ഇസ്രായേൽ നാഗരികനല്ല, പലസ്തീനിയനാണ്. വളരെ നിർഭാഗ്യകരമായ ഒരു ഇൻസിഡന്റ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, പാളിപ്പോയ ഇറാന്റെ മിസൈൽ പൊട്ടിയില്ല, എന്നാൽ തലയിൽ വീണ ആ ആഘാതത്തിലാണ് ഈ വ്യക്തി മരിച്ചത്. 40,000-ഓളം വരുന്ന പലസ്തീനിയൻസിനെ ഓൾറെഡി ഇസ്രായേൽ കൊല ചെയ്തു. ഇപ്പോൾ അതിലൊന്നിനെ ഇറാനും കൊലപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെയായാലും ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനമായ ചോദ്യം എന്താണ്? ഇസ്രായേൽ ഇതിന് തിരിച്ചടി നൽകുമോ എന്നതാണ്. ഇറാൻ നടത്തിയിട്ടുള്ള ഈ ആക്രമണം ഒരുപക്ഷെ ഇസ്രായേലിന്റെ കയ്യിൽ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഡിസിപ്ലിനും, അതായത് ജനങ്ങളിലേക്ക് ഇതിനെ എത്തിക്കുവാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ബോംബ് ഷെൽട്ടറും എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയി ചെയ്തു വെച്ചിരിക്കുന്നു. ഇല്ലായെങ്കിൽ ഇസ്രായേലിന്റെ മണ്ണിൽ ഇതൊരു മാസീവ് ഡിസാസ്റ്റർ തന്നെ ആയേനെ. ഒന്നും വേണ്ട, ഇപ്പോൾ ഇറാൻ തൊടുത്തുവിട്ട ഇതേ അളവിലുള്ള മിസൈൽസ് ഇറാന്റെ മണ്ണിലേക്ക് തൊടുത്തുവിടുകയാണ് എന്ന് വിചാരിക്കുക. കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും ഇറാന്റെ മാപ്പിൽ നിന്നും ഇപ്പോൾ അപ്രത്യക്ഷമായേനെ. ഇതേ സെയിം പാറ്റേണിലുള്ള ഒരു ആക്രമണം മുൻപും ഇറാൻ നടത്തിയിട്ടുണ്ട്. അതിലും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇസ്രായേലിന് വരുത്തി വെക്കുവാൻ സാധിച്ചിട്ടില്ല. ഇത് ഓൾറെഡി അറിയാവുന്ന ഇറാൻ പിന്നെ എന്തിനാണ് ഇതേ രീതിയിലുള്ള ഒരു ആക്രമണം കൂടി പിന്നെയും നടത്തിയത്? എന്താണ് ഇവിടെ ഇറാൻ ഉദ്ദേശിച്ചത്? തീർച്ചയായും ടെല്ലവീവിലുള്ള മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെയും ഇസ്രായേലിന്റെ മിലിറ്ററി ബേസുകളെയും ആയിരുന്നു ഇറാൻ ലക്ഷ്യം വെച്ചത്. എന്നാൽ നിസ്സാരം ചില ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജുകൾ മാത്രമേ ഇവർക്ക് ഇവിടെ വരുത്തുവാൻ സാധിച്ചിട്ടുള്ളൂ. ഇതിനെ കഴിഞ്ഞ് ഏതാനും ആഴ്ചകളായി ഇസ്രായേൽ ഏൽപ്പിക്കുന്ന ഡാമേജുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ ഇസ്രായേലിന് സാരമായ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഇറാനെ കൊണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. ആദ്യം ഹമാസിനെ, മുഖ്യ നേതാവിനെ ഉൾപ്പെടെ ഇല്ലാതാക്കി. പിന്നീട് ഒരു പേജർ അറ്റാക്കിലൂടെ ഹിസ്ബുള്ളയുടെ വിവിധ കമാൻഡറുകളെ, അവരുടെ മുഖ്യ നേതാവ് ഹസൻ നസറുള്ളയെ ഉൾപ്പെടെ തീർത്തു. ഇസ്രായേലിന്റെ ഈ ആക്രമണ ശൈലിയെ, പേജർ അറ്റാക്കിനെ സാധാരണ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും അഭിപ്രായം പറയാത്ത ഇന്ത്യയുടെ ആർമി ചീഫ് വരെ ഈ അടുത്ത് പ്രശംസിക്കുകയുണ്ടായി. അതിനാലൊക്കെ ഇസ്രായേൽ ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ആക്രമണത്തിന് ഒരു പ്രത്യാക്രമണം നടത്തുമോ, അതിന്റെ ആവശ്യമുണ്ടാകുമോ എന്ന സംശയം നമ്മുടെ ഏവരുടെയും ഉള്ളിൽ ഉടലെടുത്തേക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, തീർച്ചയായും ഇസ്രായേൽ ഇതിന് തിരിച്ചടി നൽകിയിരിക്കും. ഇതിന്റെ സൂചന അമേരിക്ക ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇറാൻ ദണ്ഡിക്കപ്പെടണം. ഇവിടെ നമുക്ക് കാണാം അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ്. കോൺസിക്വൻസസ്, കടുത്ത പ്രത്യാഘാതം ഇറാൻ നേരിടേണ്ടി വരും. പബ്ലിക്കായി തന്നെ ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്ക പറയുകയാണ് ഇറാൻ ഇതിന് അനുഭവിക്കുമെന്ന്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കിവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കുവാനുള്ളത് എന്നത് ഇറാന്റെ നിലവിലത്തെ ഭരണാധികാരി, പുതിയ പ്രസിഡന്റ് മസൂദ് അത്ര സമർത്ഥനായ ഒരു നേതാവാണോ എന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ട ജിയോ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം മറ്റാരുടെയൊക്കെയോ അഭിപ്രായം കേട്ട് ഇസ്രായേലിന്മേൽ
മേൽ ആക്രമണം നടത്തി. ഒരുപക്ഷെ ഇസ്രായേൽ ഇത്തരമൊരു ആക്രമണത്തിന് കാത്തിരിക്കുക തന്നെയായിരുന്നു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ പിറകിൽ പ്രോക്സി കളിക്കുന്ന ഇറാനുമായി നേരിട്ടൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കുവാൻ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതനുസരിച്ച് ഇറാൻ വലിയൊരു മിസ്റ്റേക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള പണി വരുന്നുണ്ട് എന്ന്. അതിനാൽ തന്നെ തീർച്ചയായും ഇസ്രായേൽ സംതിങ് ബിഗ് വലിയതെന്തോ ഇറാനെതിരെ, ചിലപ്പോൾ ഇവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെയോ ഇറാന്റെ എണ്ണശേഖരത്തെയോ ടാർഗറ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ഞാനിത് പറയുവാനുള്ള കാരണം വേറെയൊന്നുമല്ല. നാം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇസ്രായേൽ ഇറാനെ ഏത് രീതിയിൽ ആക്രമിക്കും എന്നതാണ് ഇപ്പോൾ ഗ്ലോബൽ മീഡിയാസിലെ ചൂടൻ ചർച്ചാ വിഷയം. ഇതെല്ലാം നമ്മുടെ ഭാരതത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് നോക്കിയാൽ നമുക്കിപ്പോൾ തന്നെ കാണാം, ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണയുടെ വില ഉയരുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ ഇതുവരെ ഇറാനെതിരെയുള്ള ആക്രമണം ആരംഭിച്ചിട്ടില്ല. എന്നാൽ അതിന്റെ സാധ്യതകൾ വളരെയധികമായതിനാൽ ഇപ്പോൾ തന്നെ എണ്ണയുടെ വില ഗ്ലോബൽ മാർക്കറ്റിൽ 4% ഉയർന്നിരിക്കുകയാണ്. അഥവാ ഇസ്രായേൽ ഇറാന്റെ ഓയിൽ റിസർവ്സിനെ തകർക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണയുടെ വില ആകാശം മുട്ടും. ഇത് നമ്മുടെ ഭാരതത്തിന്റെ വളർച്ചാ നിരക്കിനെയും ബഡ്ജറ്റിനെയും ഇത് നേരിട്ട് ബാധിക്കുന്നതിനോടൊപ്പം ഒരു വലിയ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷനുമുള്ള സാധ്യതകൾ എല്ലാം കാണുന്നുണ്ട്. അതിനാൽ വരാൻ പോകുന്ന ദിവസങ്ങൾ എന്നത് ഏറ്റവും നിർണായകവും സംഭവബഹുലവുമായിരിക്കും. ഇതേപ്പറ്റിയുള്ള പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.